രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് കടന്നു വരികയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിംസ് ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി വയനാടെത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ അപകട മേഖലയിൽ പലയിടങ്ങളിൽ സന്ദർശിച്ചിരുന്നു. ചൂരൽമല ഉൾപ്പെടെയുള്ളിടത്ത് പോവുകയും അവിടെ ഒരുപാട് നേരം ചിലവഴിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി കൊച്ചുകുട്ടികളെയൊക്കെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ തലോടി ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിംസ് ആശുപത്രിയിലേക്ക് രോഗി ചികിത്സയിൽ കഴിയുന്നവരെ കാണുന്നതിനായി എത്തുന്നത്. പരമാവധി ആളുകളെ നേരിൽ കാണുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സന്ദർശനത്തിന് ശേഷം രോഗികളൊക്കെ കണ്ടതിനു ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഈ ദുരന്ത വാർത്ത വന്നപ്പോൾ തന്നെ ഇതിലുള്ള നടുക്കവും ഞെട്ടലും പിന്തുണയും ഒക്കെ രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതാണ്. വയനാട് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഒരു വേള പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം കൂടിയാണ്. അവിടുത്തെ ജനങ്ങളുടെ ഇപ്പോഴുണ്ടായ ഈ ദുരന്തത്തിൽ എന്തായിരിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പറയാനുള്ളത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം 2 തവണ മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചു. ഇപ്പോൾ രാജിവെച്ചു. പകരക്കാരിയായി വരാൻ തയ്യാറെടുത്ത പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അവരും ഇവിടെ സജീവമാകും. സ്വാഭാവികമായും വയനാട് എന്നത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനും അത് വലിയ ഒരു പ്രധാനപ്പെട്ട ഇടമായി മാറിയിട്ടുണ്ട്. ആ ഇടത്താണ് ഇത്തരമൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു ഘട്ടത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ ആവശ്യകതയായി തന്നെ മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഈ സന്ദർശനം എന്നുള്ളത് എടുത്തു പറയണം. രാഹുൽ ഗാന്ധി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ആശുപത്രി പ്രവേശന കവാടത്തിലൂടെ കടന്നു വരികയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വിംസ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ആശുപത്രിക്ക് അകത്തേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുലും പ്രിയങ്കയും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, VD സതീശൻ തുടങ്ങിയ നേതാക്കളുമുണ്ട്. E സിദ്ദീഖ് MLA ഉണ്ട്. നേതാക്കൾ അകത്തേക്ക് കയറുന്നു. 2ാം നിലയിലേക്ക് പോകും എന്നാണ് നേരത്തെ സുജയ റിപ്പോർട്ട് ചെയ്തത്. സുജയ, ഇപ്പോൾ രാഹുലും പ്രിയങ്കയും ആശുപത്രിക്ക് അകത്തേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവർ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ എൻക്വയറി കൗണ്ടർ വരെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുന്നത്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തകരാണ്. ഒപ്പം ആശുപത്രിയുടെ ഭാരവാഹികളുണ്ട്. വയനാട് എന്ന രേഖപ്പെടുത്തിയ ഭാഗത്തുകൂടി ഉള്ളിലേക്ക് കടക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നീങ്ങുകയാണ്. ആശുപത്രിയിലെ ജീവനക്കാരും എല്ലാവരും അവിടെ ഉണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി 1ാം നിലയിലെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഭാഗത്ത് നിന്ന് ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൃശ്യങ്ങളടക്കം 100ഓളം ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ശബ്ദം കട്ടായി പോവുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിംസ് ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നു. ഇവിടെ 160ഓളം പേർ ഉണ്ടായിരുന്നു പരിക്കേറ്റ്. അതിൽ കുറേ പേരെങ്കിലും ചികിത്സയ്ക്ക് ശേഷം മടങ്ങിപ്പോയി എന്നാണ് അലമിൻ റിപ്പോർട്ട് ചെയ്തത്. ICUയിലും 12 പേരുണ്ട്. ഇപ്പോൾ 2ാം നിലയിലേക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളവരല്ല, ചെറിയ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ തുടരുന്നവരെയാണ് ഇപ്പോൾ അവർ കാണുന്നത്. സുജയ, തുടരാം. ിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. അവിടെയുള്ള രോഗികൾക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകും എന്നതിനാൽ നമ്മൾ അവിടേക്ക് ഇടിച്ചു കയറി പോകുന്നില്ല. വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം എത്തിയ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ്. അവരിപ്പോൾ ലിഫ്റ്റിൽ മുകൾ നിലയിലേക്ക് പോയിരിക്കുകയാണ്. 4ാമത്തെ നിലയിലും 2ാമത്തെ നിലയിലും ആണ് കൂടുതൽ പേരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ICUവിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാണുന്നതാണ് അവരെയൊക്കെ കാണുന്നതാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വെച്ചിരിക്കുന്നത്. ഒപ്പം സന്നദ്ധ പ്രവർത്തകരും അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്മൃതി, ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാമെന്ന് കരുതുന്നു. ഇത്രയും ആൾക്കൂട്ടം ഒപ്പം ആശുപത്രിയിലേക്ക് കടന്നു പോകുന്നത് ഒട്ടും ആശാസ്യമല്ല. കാരണം അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മനുഷ്യരാണുള്ളത്. അവരുടെ ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യരാണ് അവിടെ ചികിത്സയിൽ കഴിയുന്നത്. അവിടെയും വലിയ ആൾക്കൂട്ടം രൂപപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ആ ആൾക്കൂട്ടത്തിനൊപ്പം ചേരുന്നില്ല സ്മൃതി. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വകാര്യത കൂടി നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സന്ദർശനം നടത്താൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തുമ്പോൾ അവർക്കൊപ്പം ഒരു ആൾക്കൂട്ടം തന്നെ തള്ളിക്കയറി പോവുകയാണ്. ഇവിടെ വളണ്ടിയേഴ്സ് അടക്കമുള്ള ആളുകൾ ഒപ്പം കയറാൻ ശ്രമിക്കുന്നു.
തീർച്ചയായും വലിയൊരു ജനക്കൂട്ടം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആശുപത്രിയാണ് എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതുണ്ട്. കൂടെ കയറുന്നവർ പോലീസ് അത് നിയന്ത്രിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. കാരണം വലിയൊരു ആൾക്കൂട്ടമാണ് ഇതിലേക്ക് ഇരച്ചു കയറി വന്നത്. അവരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് സ്മൃതി. അതിന്റെ ദൃശ്യങ്ങളും കാണാമെന്ന് കരുതുന്നു. അപ്പോൾ പോലീസ് കൈപിടിച്ച് ഈ വലിയ ആൾക്കൂട്ടത്തെ അതൊന്ന് നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള സംവിധാനം ഒരുക്കുകയാണ്. കാരണം അവിടെയുള്ള ചികിത്സയിൽ കഴിയുന്ന മനുഷ്യരെ കാണാനാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം KC വേണുഗോപാലും കോൺഗ്രസ് നേതാക്കളും ഒക്കെ എത്തിയത്. എന്നാൽ അവിടെ വലിയൊരു ആൾക്കൂട്ടം രൂപപ്പെടുകയായിരുന്നു. രാഹുൽ ഗാന്ധി സാധാരണ വയനാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്നത് പോലെ ആശുപത്രിയിലേക്ക് ആളുകൾ ഇടിച്ചു കയറുകയായിരുന്നു. അതിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ സന്ദർശനത്തിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി 2ാമത്തെ നിലയിലേക്കും 4ാമത്തെ നിലയിലേക്കുമാണ് പോയിരിക്കുന്നത്. അവിടെയാണ് ഈ രോഗികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ആളുകളും അത് ഒക്കെ ICUവിലാണുള്ളത്. അവരെ കാണുമോ എന്നത് വ്യക്തമല്ല. 2ാം നിലയിലും 4ാം നിലയിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് എത്താമെന്ന് കരുതുന്നു. എന്തായാലും വലിയ തിക്കും തിരക്കുമാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഇവിടെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വിംസ് ആശുപത്രിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെ ദൃശ്യങ്ങൾ സ്മൃതിക്കും കാണാൻ കഴിയുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ പ്രവേശന കവാടം മുതൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു വലിയൊരു ജനക്കൂട്ടം. അവർ മുഴുവൻ ആശുപത്രിയിലേക്ക് ഒറ്റയടിക്ക് ഇടിച്ചു കയറുന്നതാണ് എനിക്കിവിടെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് സ്മൃതി. തീർച്ചയായും അവരെ മാറ്റാനുള്ള ശ്രമം അവിടെ പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. പക്ഷേ രാഹുലിൻ്റെ പിന്നാലെ വന്ന പ്രവർത്തകരാണ് അവിടേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ആശുപത്രിയാണ് എന്നുള്ള കാര്യം ആ തരത്തിൽ അവർ ആലോചിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവരെ അവിടെ നിന്ന് മാറ്റുന്നതാണ് അവസാനമായി കണ്ടത്. ഇപ്പോൾ ആശുപത്രിക്കകത്തെ ദൃശ്യങ്ങളാണ്. ഏതായാലും 2ാം നിലയിലേക്കാണ് ഇവർ പോയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ പരിക്കേറ്റവരെ സന്ദർശിക്കുകയാണ്.